സ്വന്തം സിനിമയെ പറ്റി തള്ളി മറിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാം കാണേണ്ടതും പറയേണ്ടതും നിങ്ങളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. സോ ഈ സ്റ്റേജിൽ വന്നിരിക്കുമ്പോൾ ഒരു ഗസ്റ്റായിട്ടോ സെലിബ്രേറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം മിക്ക ദിവസങ്ങളിലും ഞാനിവിടെ ലുലു മോളിൽ വരാറുണ്ട്, വെള്ളിയാഴ്ചകളിൽ സിനിമ കാണാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സെക്കൻഡ് ഹോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞാനിതിനകത്ത് ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ജീവൻ വളരെ സാധാരണക്കാരനാണ്. 10 വില്ലന്മാർ വന്നാൽ ഇടിച്ചിടാൻ പറ്റാത്ത സാധാരണ നിങ്ങളെപ്പോലെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. പിന്നീട് ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പോൾ ഇവിടെ ഉള്ളവരും നിങ്ങൾ പോസ്റ്ററിൽ കണ്ട മറ്റുള്ള എല്ലാവരും ജീവന്റെ കഥയിലേക്ക് വരുന്നുണ്ട്. അവസാനം ഈ സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സാഹസമാണ് ചിലപ്പോൾ ഈ സിനിമ. കൂടുതൽ പറയാനില്ല. എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസർ റിനീഷേട്ടനോടാണ്. കാരണം ഞങ്ങളൊക്കെ വെച്ച് ഇത്രയും വലിയൊരു സാഹസം എടുത്തല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ബട്ട് താങ്ക് യു സോ മച്ച്. ഓഫീസ് റോഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന എൻ്റെ അടുത്ത പടമാണ് സാഹസം. സോ ഇത് ആക്ച്വലി വളരെ ഫണ്ണായിട്ട് നിങ്ങൾക്ക് ഫാമിലിയോട് കൂടി വന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം സ്വന്തം സിനിമയെ പറ്റി തള്ളി മറിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാം കാണേണ്ടതും പറയേണ്ടതും നിങ്ങളാണ്. സോ പടം കാണുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് റംസാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഗസ്റ്റായിട്ടല്ല നിൽക്കുന്നത്. റംസാൻ ആഴ്ചയിൽ ഒരു 4 ദിവസം വന്നാൽ ഞാൻ 6 ദിവസവും ഇവിടെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഇവന്റ് നടക്കുമ്പം, സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുമ്പോൾ, ലോഞ്ച് നടക്കുമ്പോൾ നിങ്ങളെ പോലെ മുകളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കാശായി കഴിഞ്ഞപ്പോൾ കോസ്റ്റ കോഫിയുടെ മൂലക്കത്തെ പിന്നെ കൗച്ചിൽ അവരുടെ ഓഫറിന്റെ ബോർഡിന്റെ തൊട്ടടുത്ത് ഞാൻ ഉണ്ടാവും ഒരു കാപ്പിയായിട്ട്. ഇടയ്ക്ക് സിനിമ കാണും, ഇതിലേ നടക്കും. ഇതും എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലാണ്. പണിയില്ലാത്ത സമയങ്ങളിൽ എനിക്ക് ഇവിടെ വരാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കയറുന്നത്. അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട്. ആൻഡ് സാഹസം ഞങ്ങൾ എല്ലാവരുടെ ഒരു 10-45 ദിവസം കഷ്ടപ്പെട്ടെടുത്തൊരു സാഹസമാണ് ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് റിലീസാവുന്നത്. ഇതിൽ റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. റോണി നല്ല കാശുള്ള വീട്ടിലെ ഒരു അഹങ്കാരിയായ, അല്ല അഹങ്കാരില്ല, നല്ല കാശുള്ള വീട്ടിലെ ഒരു അങ്കിളിൻ്റെ അഹങ്കാരിയായിട്ടുള്ള മോനാണ്. ഈഗോയിസ്റ്റിക് പേഴ്സണാണ്. അവൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ഒരു അലവലാതി. അതെനിക്ക് എന്താ ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ഒരു ക്യാരക്ടർ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് ബിപിൻ പലതവണ പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതിയില്ല. 21 ഗ്രാംസിലെ നിഖിൽ നാരായൺ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിനീഷേട്ടൻ എൻ്റെ പ്രൊഡ്യൂസർ ആൻഡ് ബിപിൻ ഡയറക്ടർ റൈറ്റർ പിന്നെ അനൂപേട്ടനോട് വിളിക്കുന്നത്. ഈ 21 ഗ്രാംസ് കഴിഞ്ഞതിന് ശേഷം ഇവർ നെക്സ്റ്റ് ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കാക്കനാട് വില്ലേന്ന് ഇറങ്ങാതായി. ബിബി ഇടയ്ക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ ബാംഗ്ലൂരേക്ക് വിളിക്കും, ഫ്രീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ഈ കഥയുടെ തുടക്കം മുതലുണ്ട്. കഥയുടെ തുടക്കം മുതൽ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴൊക്കെ എന്നോട് അറിയാതെ പറഞ്ഞു, ഇതിൽ ചിലപ്പോൾ നീ റോണി ആയിരിക്കും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ പലതവണ പല കാസ്റ്റ് മാറി. പല ആൾക്കാർ നമ്മുടെ പടത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഡിസ്കഷനിലൊക്കെ വന്നപ്പോഴും റോണി ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ പുതിയ ആൾക്കാരെ സജസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നു. റോണി ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല. അങ്ങനെ ചോദിച്ചു വാങ്ങിച്ച വേഷമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമ സ്വപ്നം കണ്ട് തുടങ്ങിയ സമയത്തൊക്കെ സ്ക്രീനിൽ നമ്മൾ കണ്ട ആക്ടേഴ്സിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അവരുടെ കൂടെ ലൊക്കേഷൻ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ചെറിയ സമയം കൊണ്ട് കുറേ തമാശയും പറയും, കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുമ്പം ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എസ്പെഷ്യലി നരേൻ ചേട്ടൻ ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ തൊടുപുഴയിൽ ഒരു 10 ദിവസത്തെ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ നരഞ്ജനം വരുമ്പോൾ ഒരു സീനിയറിൻ്റെ റെസ്പെക്റ്റോട് നമ്മൾ ഓടി വന്നു, കുഴപ്പമില്ല നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കാന്ന് പറഞ്ഞ് സെറ്റ് ഭയങ്കര കൂളാക്കി. ആൻഡ് ശബരീഷ് ബ്രോ ഓൾസോ ഞങ്ങളുടെ സെറ്റ് ഫുൾ ഓളമാക്കി തന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ ഈസി ആയിരുന്നു. കാര്യം എന്തെങ്കിലും തെറ്റ് വന്നാൽ ഇവരെന്തെങ്കിലും പറയുമെന്നോ ഇവർക്ക് എന്തെങ്കിലും തോന്നുന്നുള്ള അങ്ങനത്തെ ജഡ്ജ്മെൻറ്റിലൊന്നും ഇല്ലായിരുന്നു. നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇവർ പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ മേഖലയിലും ടെക്നീഷ്യൻ സൈഡാണെങ്കിലും ആർട്ടിസ്റ്റ് സൈഡാണെങ്കിലും നമ്മൾ അത്രയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സിനിമയാണ് സാഹസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റേഴ്സിലേക്ക് റിലീസിന് വരുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ പറഞ്ഞ് പോയി കണ്ട് ഇതൊരു വലിയ സിനിമ ആക്കണം എന്നുള്ള റിക്വസ്റ്റ് പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പം ഓഗസ്റ്റ് 8-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഇത് കഴിഞ്ഞിട്ട് വേണം, അത് ഹിറ്റായിട്ട് വേണം അടുത്ത പടം പിടിക്കാൻ. അതുപോലെ നിങ്ങളാണ് വളർത്തി വലുതാക്കേണ്ടത്. താങ്ക് യു. ആക്ച്വലി ഞങ്ങളുടെ സാഹസം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ആണെന്ന്. ആൻഡ് വി ആർ വെരി എക്സൈറ്റഡ്. സിനിമയുടെ സംവിധായകൻ ബിപിൻ ആൻഡ് ഞങ്ങളുടെ ഫിലിം ക്രൂ ഇസ് ഹിയർ. ഓൾസോ
we are happy to be associated with Real Me. ഞങ്ങൾ ആക്ച്വലി ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് എൻ്റർടൈൻമെൻ്റ് ആണ് സാഹസം. ഒരു പക്ഷേ ഈ സിനിമ റിലീസായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കാം ഈ പടത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഈ പടത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫാസ്റ്റ് പേസ്ഡ് ഡാർക്ക് ഹ്യൂമർ, ത്രില്ലർ, ഒരു ആക്ഷൻ ജോണർ, ഒരു ഇമോഷണൽ ഡ്രാമ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ പോസ്റ്റർ ഇപ്പോൾ മാറ്റി. പോസ്റ്ററിൽ എന്നെ ഇതാ രാജീവ് നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു ചെറുതായിട്ടൊരു കാർട്ടൂൺ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വളരെ സീരിയസ് ആയിട്ട് പ്രൊഫഷൻ നടത്തുന്ന ഒരു നർക്കോട്ടിക്സ് ഓഫീസർ, അതേസമയം കുറേ പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സംശയരോഗിയും പേഴ്സണലി ഈ നമ്മുടെ മിറർ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സംസാരിക്കും, അങ്ങനെ കുറേ ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണത്. തീർച്ചയായിട്ടും ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളെല്ലാവരും ഈ സിനിമ കാണും തിയേറ്ററിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വി ആർ ഓൾ വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിൻ്റെ അഭിമാനമായ ലുലു മാളിൽ നിന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഇഷ്ടം പോലെ പ്രാവശ്യം വന്ന് ചായയും കാപ്പിയും കുടിക്കും, സിനിമ കാണുകയും പല ഫംഗ്ഷനുകളും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊരു പുതിയൊരു സ്ഥലത്ത് വന്ന ഒരു മൂഡില്ല എന്തായാലും. പിന്നെ സാഹസത്തിൽ സാം എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഒരു IT പ്രൊഫഷണൽ. ഞാൻ റബ്സാൻ്റെ ക്യാരക്ടേഴ്സൊക്കെ IT പ്രൊഫഷണൽസാണ്. ആ ഒരു IT കമ്പനിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നം, പിന്നെ എല്ലാവരുടെയും ഒരുപാട് ക്യാരക്ടേഴ്സ്. നിങ്ങൾ ഈ പോസ്റ്റർ പിന്നെയും പോയി, അപ്പോൾ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും. ബാബു ആൻ്റണി തൊട്ട് ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, താഴെയും മേളിലേക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് സോൾവ് ആകുക, ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ ഗീർവാണങ്ങളില്ല, തള്ളുകളില്ല. കാരണം ആദ്യം ഞങ്ങളൊരു പാട്ടിറക്കി, ഏത് മൂഡ്, പിന്നെ ഒരു ടീസർ ഇറക്കി, പിന്നെ മറ്റൊരു റൊമാൻറ്റിക് സോങ്, ഇവർ രണ്ടുപേരും റൊമാൻറ്റിക് സോങ് ഇറക്കി. ഇന്ന് ട്രെയിലർ ഇറക്കാൻ പോകുന്നു. ഇത്രയും ഇനി പാട്ടുകൾ ഇറങ്ങും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാവും എന്താണ് ഈ സിനിമ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സിനിമ സമ്മതിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് 8-ാം തീയതി വന്ന് സിനിമ കാണുക.